ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സമ്പത്താണ് ദൈവം. ആ വലിയ സമ്പത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സമ്പത്ത് അന്വേഷിച്ച് ഞാനും നിങ്ങളും യാത്ര ചെയ്യുകയില്ല. ആ ദൈവത്തെ കണ്ടെത്തണം, അനുഭവിക്കണം. ആ ദൈവാനുഭവത്തിന് നമ്മെ സഹായിക്കുന്ന ഒരു നിമിഷമാണ് നാഥനോടൊപ്പം. പ്രപഞ്ചത്തോടും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസ് അസിസി. ആ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം തൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മാനവന് ഒരു പുതിയ വാർത്ത നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇവരെല്ലാം പ്രാർത്ഥനയോടെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. പ്രപഞ്ചത്തിൻ്റെ സംഗീതം നമുക്ക് കേൾക്കാം. അതിൻ്റെ താളത്തിനനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താം. കർത്താവിൻ്റെ തിരുമുഖം കാണണമെങ്കിൽ പ്രപഞ്ചത്തിലൂടെ പ്രകൃതിയിലൂടെ ദൃശ്യമാകുന്ന ഒരു ദൈവാനുഭവത്തിന് നാം സാക്ഷികളാകണം. അതുകൊണ്ട് തന്നെ ലൗദാത്തെ സി എന്ന ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാളെ ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഒരുക്കി കാത്തു സൂക്ഷിക്കുന്നു? വ്യക്തിജീവിതത്തിൻ്റെ മാനസാന്തരത്തിനൊപ്പം ഒരു പരിസ്ഥിതി മാനസാന്തരവും മാർപ്പാപ്പ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ദൈവവും പ്രകൃതിയും സഹോദരങ്ങളും ഉൾച്ചേരുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തോട് സദാ ചേർന്നിരിക്കണം, പ്രകൃതിയോട് ചേർന്നിരിക്കണം, സഹോദരങ്ങളോട് ചേർന്നിരിക്കണം. ഒന്നിനെയും വെറുത്തിട്ടും ആരെയും തള്ളിക്കളഞ്ഞിട്ടും എനിക്കും നിങ്ങൾക്കും ഒരാത്മീയത കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മാഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. നമുക്കാവശ്യമില്ലാത്തതെല്ലാം വലിച്ച് എറിയുന്നത് പാപമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പായോടൊപ്പം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പ്രകൃതിയോടും സഹോദരങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കാണാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഒരു പുതിയ ആത്മീയത നമുക്ക് കാത്തു സൂക്ഷിക്കാം. ആ ആത്മീയതയിൽ ലോകവും മാനവ സമൂഹവും ഒരു പുതിയ ജീവൻ പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഞാൻ കൊതിത്തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. അവനെന്നോടു തൻ സ്നേഹമെല്ലാം ഒരു നോക്കാലെയുള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ
മുന്നിൽ ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. ആത്മാർത്ഥമായി ഞാൻ ഹൃദയം തുറന്നത് തിരുമുൻപിൽ മാത്രമാണല്ലോ. ഒരു വേളയുള്ള നിറയെ ചിരിച്ചതും തിരുനാമം പാടിയാണല്ലോ. ഇനി എന്താകിലും ഇനി ഏതാകിലും വഴിമാറാതെ ഞാൻ ഇനി എന്തേ വരും. ഞാനെന്നും നിന്നോടു കൂടെ. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. ആരിലും കുറ്റം ആരോപിക്കാതെ എല്ലാം പൊറുക്കുന്നവൻ നീ. ഗുരുവെന്ന പേരിൽ ശരണം ഗമിക്കാൻ ഭൂമിയിൽ നീ മാത്രമല്ലോ. ഭയമില്ലാതെ ഞാൻ ഇനിയെങ്ങും വരും. എനിക്കാഹ്ലാദമായി പരമുന്മാദമായി നാം തമ്മിലൊന്നായ ബന്ധം. ഗമപനിത നിസരി ഗമപനിത നിസനെ നിസനെ ദമപ മഗമഗ ഗമപ മഗമരേനി പനിസ. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു. ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. അവനെന്നോടു തൻ സ്നേഹമെല്ലാം ഒരു നോക്കാലെ ഉള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ നിന്റെ മുന്നിൽ. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു.
ഇതുവരെ അറിയാത്ത നറുതിയിൽ മതിവരെ നിന്നു, മതിവരെ നിന്നു. ഗത്സമൻ തോട്ടത്തിലെ തീവ്രമായ വേദനയുടെ നടുവിൽ ഈശോ പ്രാർത്ഥിച്ചു, എൻ്റെ ഹിതമല്ല ദൈവമേ, നിൻ്റെ ഹിതം നടക്കട്ടെ. വ്യക്തിജീവിതത്തിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ തീരുമാനം നടപ്പിലാകണമേ എന്നുള്ള ഈശോമിശിഹായുടെ പ്രാർത്ഥന. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. എന്നാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനപ്പുറം എൻ്റെ ഹിതം നടക്കണം. വീട് വയ്ക്കണം, കൂടുതൽ ധനം വേണം, പെട്ടെന്ന് ജോലി കിട്ടണം, വിദേശത്തേക്ക് പോകണം. പ്രകൃതിയോടും സൃഷ്ടാവിനോടും ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് ആനന്ദത്തിൻ്റെ ജീവിതമാണ്, അത് ആത്മീയതയുടെ ജീവിതമാണ്. ദൈവം ഈ പ്രകൃതിക്ക് കനിഞ്ഞു നൽകിയ വിഭവങ്ങളെ ഉത്തരവാദിത്വമില്ലാതെ ഉപയോഗിച്ചും ദുർവിനിയോഗം ചെയ്തതും വഴി ഈ ഭൂമിക്ക് ഞാൻ കൊടുത്ത ക്ഷതത്തിൻ്റെ വേദനയാൽ ഭൂമി ഇന്ന് എന്നെ നോക്കി നിലവിളിക്കുകയാണ്. കായൻ്റെ ജീവിതം മുതൽ തുടങ്ങിയ ഒരു ഹിംസയുണ്ട്. അത് ഇന്ന് എൻ്റെ ഹൃദയത്തിലുമുണ്ട്. ആ ഹിംസ ഇന്ന് മറ്റുള്ളവരോടും പ്രകൃതിയോടും ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എല്ലാറ്റിനെയും ഉപദ്രവിക്കുന്ന, എല്ലാറ്റിനെയും ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാനവൻ അധപതിക്കുകയാണ്. ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. ആരെയും ഉപദ്രവിക്കാത്ത, പ്രകൃതിയെ നശിപ്പിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രകൃതിയോടും ദൈവത്തോടും സഹോദരങ്ങളോടും ചേർന്ന് നിൽക്കുമ്പോൾ ആരോഗ്യമുണ്ടാകും, ആത്മീയത ഉണ്ടാകും. നമ്മുടെ ജീവിതത്തെ കുറെ കൂടി താളാത്മകമാക്കാം. ഈ ഭൂമിയിൽ സ്വർഗരാജ്യം രൂപപ്പെടുത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇത്രയും നാളും ജീവിച്ചിട്ട് എനിക്കതിന് കഴിഞ്ഞോ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഈ ഭൂമിക്ക് കൊടുക്കാൻ? സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ, എൻ്റെ സഭയ്ക്ക് കൊടുക്കാൻ, എൻ്റെ സമൂഹത്തിന് കൊടുക്കാൻ? അതിന് ഞാൻ മാറണം. താപസ ജീവിത ശൈലി രൂപപ്പെടുത്തണം. നമ്മുടെ അത്യാഗ്രഹങ്ങളെ ഉദാരതകളാക്കി മാറ്റണം. നമ്മുടെ പാഴാക്കുകളെ പങ്കുവയ്ക്കലാക്കി മാറ്റണം. ഒരുപാട് താപസ ചൈതന്യത്തിലേക്ക് ഞാനും നിങ്ങളും വളരണം. പ്രിയപ്പെട്ടവരെ,
ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ സ്വാർത്ഥതകളൊക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. എൻ്റെ ഉള്ളിലെ ഹിംസ, ആ ഭാവത്തെ മാറ്റി ആരെയും ഉപദ്രവിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയവിശാലതയിലേക്ക് കടന്നു വരാം. ഗെത്സമേൻ തോട്ടത്തിൻ്റെ പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയായി, എൻ്റെ ആത്മീയതയായി രൂപപ്പെടട്ടെ. ഈ ഗാനത്തിൻ്റെ സമയം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്നിലൂടെ എന്നും എൻ്റെ മരണം വരെ ഈ ലോകത്ത് നടക്കട്ടെ. അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. പ്രാർത്ഥിക്കാം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും, ഇമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലയടിയൻ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനമെന്നിൽ നാഥ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനമെന്നിൽ നാഥ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
അഗ്നിമേഘത്തൂണുകളാ അടിയനെ എന്നും നടത്തി. അഗ്നിമേഘത്തൂണുകളാ അടിയനെ എന്നും നടത്തി. അനുദിനം കൂടെയിരുന്ന് കർത്താവെ കടാക്ഷിക്കുക. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ജീവിതത്തിൻ്റെ തിരക്കിട്ട യാത്രയിൽ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഞാനും നിങ്ങളും നിശബ്ദതയിലേക്ക്, ശാന്തതയിലേക്ക് കടന്നു വരണം. പ്രകൃതി എന്നും എപ്പോഴും നിശബ്ദമാണ്, ശാന്തമാണ്. എന്ന് എൻ്റെ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ ഞാൻ ദുരുപയോഗം ചെയ്യുന്നുവോ, മനുഷ്യപ്രകൃതിയെ, പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്നുവോ, അന്ന് എൻ്റെ പ്രകൃതിയും പ്രപഞ്ചവും അസ്വസ്ഥമാകും. അവിടെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താൻ എനിക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിമിഷം മിഴികൾ പൂട്ടി നമുക്ക് നമ്മളെ തന്നെ നിശബ്ദതയിലേക്ക് കൊണ്ടുവരാം. പ്രപഞ്ചത്തിൻ്റെ നിശബ്ദത എൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയട്ടെ. അവിടെ ദൈവം പറഞ്ഞു തരും ഏത് വഴിയെ, എങ്ങനെ, എങ്ങോട്ട് എന്ന്. ലോകം നിനക്ക് വലിയ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും. ഒന്നിനെയും ഉപദ്രവിക്കാതെ എൻ്റെ ഉള്ളിലെ പ്രകാശത്തിൽ ജീവിക്കാൻ, എൻ്റെ ഉള്ളിൽ എന്നും എപ്പോഴും പ്രചോദനം നൽകുന്ന ക്രിസ്തു സ്വരത്തിന് കാതോർത്ത് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ശാന്തമായി ജീവിക്കാൻ പറ്റും, ശാന്തമായി ഉറങ്ങാൻ പറ്റും, പ്രതീക്ഷയോടെ ഉണരാൻ പറ്റും, ഹൃദയ പരമാർത്ഥതയോടെ എന്നും എപ്പോഴും ആയിരിക്കാൻ പറ്റും. അതിനായി പ്രാർത്ഥിക്കാം, അതിനായി പരിശ്രമിക്കാം, അങ്ങനെ ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോലെ എന്നെ നിത്യം